സിംഗ്. ഇനി കുട്ടിയാന കിണറ്റിൽ വീണ മലയാറ്റൂരിലെ ഇല്ലിക്കോട്ട് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് നമ്മൾ പോകുന്നു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടല്ലോ, എന്താണ് പ്രശ്നം? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജീപ്പാണ് അവർ തടഞ്ഞിട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശം SKN നേരത്തെ മുതൽ തന്നെ ഈ കാട്ടാന ഭീതി വളരെ അധികമുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് വീണ്ടും കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം ഒട്ടനവധി ആളുകൾ ഇവിടെ ഇപ്പോൾ വാഹനം തടഞ്ഞിട്ടിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി. നമുക്ക് ചില നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ഇത് 4 മണിക്ക് തുടങ്ങിയതാ. ഞങ്ങൾ ആന ഓടിച്ചു, അവിടെ വരെ ഓടിച്ചു. ഇവിടെ കിണറ് ചാടി കഴിഞ്ഞാ പിന്നെ 4 മണിക്ക് തുടങ്ങിയ അതുങ്ങൾ വീട്ടിൽ കയറി ഇരിക്കണതാ മുകളില്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് അങ്ങടേക്ക് നോക്കിയ സാറ് പോയി. ഇത് എപ്പോഴും ഉണ്ടാവുന്നതാണോ ഇങ്ങനെ ആന ഇറങ്ങുന്നത്? അതെയാണ്. ഇപ്പൊ ഒരു 30 ആന ഇറങ്ങിയിട്ടുണ്ട്. ഒരു എത്ര ദിവസമായി എന്നറിയാമോ ഈ തുടങ്ങിയിട്ട്? ഇത് ഇവിടെ വരെ വന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തോ ഒരു സമയമുണ്ട് വരാനായിട്ട്. ഞങ്ങൾ ആത്മാവ് ഒതുക്കി കിടക്കാറില്ല. ഞങ്ങളുടെ മക്കള് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമെന്ന വരെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് വന്നപ്പോ ആ കൊച്ചും കൂടെ വന്ന് കയറി. അപ്പൊ ഇവിടെ ആന എങ്ങനെ വന്നു എന്ന് ദൈവത്തിനറിയാം. ഞങ്ങളുടെ പുറവൊക്കെ തവിടോടിയാക്കി ഇട്ടേക്കാം. വീട്ടിലേക്ക് കയറാനായിട്ട് ഇനി പടിയൊക്കെ തവിടോടിയാക്കി ഇട്ടേക്കാം. റോഡിൽ വന്ന് നിൽക്കുന്നത് 4 മണിക്ക് ആനയുടെ അലർച്ച കേട്ട് കട്ടുമെന്ന് വീഴാറുന്നു ഞങ്ങള്. അതേപോലത്തെ മെനി ഇവിടെ നടക്കണത്. എന്നിട്ട് ഫോറസ്റ്റുകാർ ഞങ്ങൾ ചെന്നിട്ടേ അവർ ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രതികാരത്തിന് വേണ്ടി ഞങ്ങളവിടെ ചെന്നപ്പോ, സമാധാനത്തിന് വേണ്ടി ചെന്നപ്പോ അവര് ഉറങ്ങാല്ല, അവരവിടെ മോളിൽ കയറി നിന്ന് ചിരിക്കായിരുന്നു. കോടനാട് ഞങ്ങൾ ചെന്നപ്പോ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആക്ഷേപം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇവിടെ ഇപ്പോൾ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞിട്ടിരിക്കുന്നത്. SKN കാരണം മുൻപ് പലതവണ ഇവിടെ ഇത്തരത്തിൽ ഈ ആന ഇറങ്ങിയിട്ടുണ്ട്. ആനക്കുട്ടി കിണറ്റിൽ വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അന്നെല്ലാം തന്നെ പരിഹാരം കാണും എന്ന് വനംവകുപ്പ് അറിയിച്ചതുമാണ്. പക്ഷേ ഇതുവരെയും ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ഈ ഇല്ലിത്തോട്ടിലെ പൊതുജനങ്ങൾ ഈ 1-ാം ബ്ലോക്കിന് സമീപം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നാട്ടുകാർ ഇവിടുത്തെ റോഡ് ഉപരോധിക്കുന്നതാണ്. വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞിട്ട് ഈ റോഡ് ഉപരോധിക്കുകയാണ്. അവരുടെ ആവശ്യം ഇതാണ്: ഈ ആനശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ ആന ഇറങ്ങിയ വിവരം പറയാൻ ചെന്നപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കെട്ടിടത്തിന് മുകളിൽ, വനംവകുപ്പിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട്, ആ കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ് ഉണ്ടായത്. ഈ ആന വീണ വീട്ടിന്റെ ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു കേട്ടോ ആന? 3:30 മണിയായപ്പോഴാണ് വന്നത്. 10-27 ആനകൾ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആന നിറച്ച് പറമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ലേറ്റ് ഇട്ടപ്പോ ആന ചിതറി ഓടി. ഒരു ആന കിണറിന്റെ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് ഓടി. കുഞ്ഞടക്കം കിണറിൽ വീണു. ബാക്കിയെല്ലാം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടെയൊക്കെ ചവിട്ടി മെതിച്ചിട്ടേക്കാണ്. പിന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചു. ഫോറസ്റ്റുകാർ ഇതുവരെയും എന്നോട് ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പോലും ചോദിക്കാൻ വന്നിട്ടില്ല ഇതുവരെ. അതേപക്ഷെ പോലീസുകാർ CA വളരെ മാന്യമായിട്ട് നമ്മളോട് വന്ന് ഇടപെടുകയും ഇതുവരെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റിന്റെ അനീതിപരമായിട്ടുള്ള ഒരു മനുഷ്യത്വമില്ലാത്ത സമീപനം ഇവിടെ ഇപ്പൊ SKN നമുക്ക് ആന ഇറങ്ങിയ വീട്, ആ കിണറും ആ വീടും ഇതിന് തൊട്ടടുത്താണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാം. ഇവർ പറയുന്നതിനകത്തൊക്കെ കുറെ അധികം കാര്യങ്ങളുണ്ട്. കാരണം പ്രധാനപ്പെട്ട റോഡാണ്, വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. SKN ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ആന ഇറങ്ങിയ ആ കിണറ്, ആനക്കുട്ടി വീണ ആ കിണറെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ SKN കാണാൻ സാധിക്കും നമുക്ക്. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിന് തൊട്ടടുത്താണ് ഇവരുടെ വീട്. ഈ വീടിന് തൊട്ട് സമീപത്ത് ഇത്തരത്തിൽ ആന ഈ പുലർച്ചെ വന്നു നിൽക്കുന്നു. 10-26ഓളം ആനയുണ്ടായിരുന്നു. അതെത്തുന്നു, അതിലൊരു ആനക്കുട്ടി ഈ കിണറ്റിലേക്ക് വീഴുന്നു. ഇതിന് അധികം ആഴമില്ലാത്തത് കൊണ്ടാണ് ഈ തള്ളയാനയ്ക്ക് ഈ കുഞ്ഞിനെ കരയ്ക്ക് കയറ്റി ഇവിടെ നിന്നും പോകാൻ സാധിച്ചത്. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലൂടെയാണ് ഒട്ടനവധി ആളുകൾ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും പോകുന്നത്. ജോലി ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. വാഹനങ്ങൾ പോകുന്നുണ്ട്, സ്കൂൾ കുട്ടികൾ അടക്കം പോകുന്നുണ്ട്. ഈ ഒരു മേഖലയിലാണ് SKN ആന ഇറങ്ങിയത്. ഈ
ഈ മേഖലയിൽ നേരത്തെ തന്നെ ഇല്ലിത്തോട് ഈ മേഖലയിൽ ആനശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഇവരുടെ പറമ്പ്, ഇവരുടെ പിൻഭാഗത്തെ, വീടിന്റെ പിൻഭാഗത്തെ പറമ്പിൽ ആന ഇറങ്ങി കൃഷിനാശം വ്യാപകമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് ആ കിണർ, ആനക്കുട്ടി വീണ കിണർ ഈ കാണുന്നതാണ്. ഈ കിണറ്റിലേക്കാണ് ആന 3:30 ആനക്കുട്ടി വന്ന് വീഴുകയുണ്ടായത്. പിന്നെ കുറേ നേരം ഇവിടെ തന്നെയാണ് നിലയുറപ്പിച്ചത്. ഈ വീട്ടുകാർ, ഇതിന് ചുറ്റുമുള്ള ആളുകൾ, പരിസരവാസികൾ എല്ലാവരും തന്നെ വളരെ ഭീതിയിലാണ് കഴിഞ്ഞത്. ഇതിന്റെ പിൻഭാഗത്ത് ഒന്ന് കാണാം എസ്കേൻ, അതായത് ഒരു വീടാണ്, അതിന്റെ മുൻപിൽ ഒരു കിണറാണ്. ആ വീടിന്റെ പിൻവശത്തെ കാഴ്ചകൾ കൂടി എസ്കേൻ ഒന്ന് കാണണം. കാരണം ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എത്രത്തോളം ഭീതിയിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എസ്കേൻ ഈ കാണുന്നത്. ആനക്കൂട്ടം ഇറങ്ങി ഇതിന്റെ പിൻഭാഗത്തുള്ള വാഴയും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് കാണുന്ന ഇതെല്ലാം ആനക്കൂട്ടം ചവിട്ടി മെതിച്ച് ഇട്ടതാണ്. ഇതൊരു വീടാണ്. ഈ വീടിന്റെ തൊട്ട് പിൻഭാഗത്തായാണ് ആനക്കൂട്ടം വാഴയും ഇവരുടെ കൃഷിയും ഒക്കെ തന്നെ ചവിട്ടി മെതിച്ച് ഈ വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതെല്ലാം ചവിട്ടി മെതിച്ച് ഇവിടെ നിന്ന് നേരെ ഈ റോഡിലേക്ക് കയറുന്നതിനിടയിൽ ആനക്കുട്ടി, ഈ കുട്ടിയാന കിണറ്റിലേക്ക് വീണത്. അത്രയധികം വലിയ ഭീതിയിലാണ് ഈ ആളുകൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ആന ഇറങ്ങി വന്നത് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിനുള്ളിൽ നിന്ന് ആന ഇറങ്ങി വരികയാണ് ഉണ്ടായത്. ആനക്കൂട്ടം ഇറങ്ങി വരികയാണ് ഉണ്ടായത്. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലൂടെ ഈ തോട് കടന്ന് ഈ വാഴ തോട്ടത്തിനുള്ളിലേക്ക് കയറി ഈ വാഴകളെല്ലാം തന്നെ നശിപ്പിച്ച് ഇവിടെ കൂട്ടം കൂടി ഏതാണ്ട് 10-26 ആനകളുണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം എത്രത്തോളം ഭയം, എത്രത്തോളം ഭീതി ഉണ്ടാകും എന്നുള്ളത്. എപ്പോഴായിരുന്നു ചേട്ടാ? 3:30 മണിക്കായിരുന്നു വന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളത്. 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആനയുടെ ശബ്ദം കേട്ട്, കൊമ്പോടിക്കുന്ന ശബ്ദം കേട്ടിട്ട് പുറകോട്ട് ലേച്ചിട്ട് നോക്കിയപ്പോൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ആനകളെ കണ്ട. ആന അപ്പോൾ ചിതറി ഓടി. ഒരെണ്ണാണ്, ഒരു കുഞ്ഞും തള്ളിയാണ് അങ്ങോട്ട് ഓടിയത്. അപ്പോൾ അത് കിണറിൽ വീണുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പോണില്ല. പിന്നെ ആന എല്ലാം ചിഹ്നം വിളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഞങ്ങളെ ഭാര്യ തളർന്ന് വീണ്. പിന്നെ ഞാൻ നോക്കുക, എന്നിട്ട് പിന്നെ മുകളിൽ കയറി, വാർക്കമുകളിൽ കയറിയിട്ട് നമ്മൾ ഒച്ചയെടുത്തിട്ടാണ് ഓരോരുത്തരും വിളിച്ചറിയിച്ച്, നാട്ടുകാരെയും ജനപ്രതിനിധികളെയൊക്കെ വിളിച്ചറിയിച്ചു. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് റിങ് പോലും എടുക്കണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഞാൻ 101 നമ്പറിൽ വിളിച്ചപ്പോൾ എറണാകുളം ഫയർ സ്റ്റേഷനിൽ നിന്ന് നമ്പർ എടുക്കുകയും അങ്കമാലിയിൽ നിന്ന് ഇപ്പം തന്നെ ആളെ വിടാമെന്നും പറഞ്ഞായിരുന്നു. അവർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും CA സ്ഥലത്തെത്തി, പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വളരെ മാന്യമായിട്ട് രീതിയിൽ ഇടപെടുന്നുണ്ട്. ഈ ഫോറസ്റ്റുകാർ ഇത്രയും അധപ്പതിച്ചു പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എസ്കേൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആന വന്നു പോയതിന്റെ എല്ലാ ബുദ്ധിമുട്ടും, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ എസ്കേൻ കാണാൻ സാധിക്കും. ഈ കണ്ടതാണ് ഇവിടുത്തെ ഇല്ലിത്തോട്ടിലെ യഥാർത്ഥ പ്രശ്നം. ആന ഇറങ്ങുന്നു, ഈ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ അവരുടെ കുടിവെള്ള സ്രോതസ് ആന മുൻപും പല കിണറുകളിലും, ഇവിടെ ആളുകൾ കുടിക്കാനൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന കിണറുകളിലേക്കൊക്കെ തന്നെ കുട്ടിയാന വീഴുന്ന സാഹചര്യം 1-2 തവണയല്ല, നിരവധി തവണ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആന വന്ന് കൃഷി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വീടിന്റെ പിൻഭാഗത്തെ കൃഷി മുഴുവൻ നശിപ്പിച്ച ശേഷമാണ് ആന പിന്നീട് വരുന്നതും. തുടർന്ന് ഇതുവഴിയാണ്, ഞാനിപ്പോൾ പോകുന്ന ഈ വഴിയിലൂടെ തന്നെയാണ് കുട്ടിയാന എത്തുന്നതും ഈ കിണറ്റിലേക്ക് കുട്ടിയാന വന്ന് വീഴുകയും ചെയ്യുന്നത്. എസ്കേൻ, വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എസ്കേൻ. ഓക്കെ, ശ്രീകാന്താണ് ഇല്ലിത്തോട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കുട്ടിയാന വീണു, അമ്മയാന രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. എന്നാൽ അതിനു മുമ്പ് 27ഓളം ആനകൾ അവിടെ തടിച്ചുകൂടി. ഈ ആനകൾ വന്നതിൻ്റെ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ ആളുകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ടെലിവിഷനിലൂടെ 24 കാണുന്ന, TV-യിലൂടെ കാണുന്ന ചില പ്രേക്ഷകർ എനിക്ക് ചില സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അതിലൊരു സജികുമാർ മാതൃഭൂമിയിൽ എഴുതിയ ഒരു പത്ര കട്ടിങ്ങോടെയാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സീതത്തോട്ടിലും അതുപോലെ തന്നെ ചിറ്റാറിലും മലയോര മേഖലയാണിത്. ഈ മേഖലകളിൽ നെഞ്ചിനുള്ളിൽ എന്തോ പോലെ എന്ന് കേട്ടാൽ മലയോരമായി സീതത്തോട്ടിലും ചിറ്റാറിലും പേടിയാണ്. എങ്ങോട്ട് കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും? ഹൃദയാഘാതം മൂലമുള്ള തുടർ മരണങ്ങൾ നാട്ടിൽ സാധാരണ കാഴ്ചയാകുന്നു എന്നാണ് സജികുമാർ മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കട്ടിങ്ങാണ് അവിടെ നിന്നൊരു സുഹൃത്ത് അയച്ചു തന്നിരിക്കുന്നത്. അതായത് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ആശുപത്രി വേണമെങ്കിൽ 42 കിലോമീറ്റർ ഇവിടുത്തെ ആളുകൾ സഞ്ചരിച്ച് പോകണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടത് ചെറുപ്പക്കാരടക്കം നിരവധി ആളുകൾക്കെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. പല കുടുംബങ്ങളും അനാഥമായി, സ്ഥിരമായി ഡോക്ടർമാരും സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യമെന്നാണ് ആങ്ങമൊഴി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിന്ന് അവരെല്ലാം TV പ്രേക്ഷകരാണ്, 24 പ്രേക്ഷകരാണ്. അതുപോലെ 95 വയസ്സുള്ള എൻ്റെ അച്ഛൻ താങ്കളെ ഒരു വിവരം അറിയിക്കണമെന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ അയക്കുകയാണ്. പേരയം ഭാസ്കരമുള്ള റിട്ടയർഡ് ടീച്ചറാണ് അയച്ചിരിക്കുന്നത്. ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യകാല കൊല്ലം താലൂക്ക് സെക്രട്ടറി. 95 വയസ്സുള്ള എനിക്ക്
എല്ലാ മാസവും 3-ന് മുമ്പ് പെൻഷൻ മണി ഓർഡറായി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞാനുൾപ്പെടെ 22,000 ആളുകൾക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. പോസ്റ്റൽ വകുപ്പും ട്രഷറി വകുപ്പും ഓരോരോ കാരണം പറയുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണെന്നും അറിയിക്കുന്നു. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് മാത്രമേ കഴിയൂ. കാരണം വളരെ ബുദ്ധിമുട്ട്, ഇത്രയും പ്രായമുള്ള 95 വയസ്സൊക്കെ ഉള്ള ആൾ സന്ദേശം അയക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും.